ധർമ്മടം മണ്ഡലം LDF സ്ഥാനാർത്ഥി പിണറായി വിജയൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിക്കുക. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. വലിയ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ നാളെ നാമനിർദ്ദേശ പത്രിക മുഖ്യമന്ത്രി സമർപ്പിക്കുമല്ലേ? തീർച്ചയായും ഇന്നത്തെ LDFന്റെ ധർമ്മടം മണ്ഡലം കൺവെൻഷന് ശേഷം വലിയ പ്രചരണാവേശത്തിലാണ് ധർമ്മടം മണ്ഡലം ഉള്ളത്. ഈ ധർമ്മടം മണ്ഡലത്തിൽ പ്രചരണത്തിൽ മുന്നേറിക്കൊണ്ട് LDF കളം പിടിച്ചു. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ ധർമ്മടത്ത് നിന്ന് വിജയിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ മണ്ഡലം കൺവെൻഷൻ. ഇനി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെത്തിയായിരിക്കും മുഖ്യമന്ത്രി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ജില്ലയിലെ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം നാളെ മലപ്പുറത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പോവുകയാണ്. അതിനുശേഷം മറ്റന്നാൾ മുതൽ വീണ്ടും മണ്ഡലത്തിൽ തിരിച്ചെത്തി പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കും. ആദ്യഘട്ടത്തിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം സന്ദർശിച്ചുകൊണ്ടായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പൊതുപര്യടനം ഉൾപ്പെടെയുള്ള പ്രചരണത്തിലേക്ക് കടക്കുന്നത്. ധർമ്മടം മണ്ഡലം ഇത്തവണ വലിയ തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. കേരളത്തിന്റെ ആകെ നായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ധർമ്മടം മണ്ഡലത്തിൽ നിന്നും ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് അയക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് ധർമ്മടം മണ്ഡലത്തിലെ വോട്ടർമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇന്നലെ ഈ ആദ്യമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മണ്ഡലത്തിലേക്ക് എത്തി നടത്തിയ റോഡ് ഷോയിലും ഇന്ന് നടന്ന ധർമ്മടം മണ്ഡലം കൺവെൻഷനിലുമെല്ലാം വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് കൃത്യമായും ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം വിളിച്ചോതുന്ന ജനപങ്കാളിത്തമാണ് ഇതിലെല്ലാം ഉണ്ടായത്. ഏതായാലും നാളെ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുന്നതോടുകൂടി ധർമ്മടം മണ്ഡലം വലിയ പ്രചരണാവേശത്തിലേക്ക് തന്നെയായിരിക്കും പ്രവേശിക്കുന്നത്.